ഈ മഹാഭാരതത്തിലെ ഒരു ആൻറ്റി ഹീറോ എന്ന് പറയാവുന്നത് ആരാ? അങ്ങനെ ഈ ആധുനിക സാഹിത്യത്തിൽ ആൻറ്റി ഹീറോ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഹീറോ അതിലില്ല. അങ്ങനൊരു സങ്കല്പമില്ല. അത് പിൽക്കാലത്ത് ഈ ആധുനിക സാഹിത്യത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇത് പ്രാപഞ്ചിക ജീവിതം തന്നെ, ലോകജീവിതം തന്നെ ഒരു ഫാഴ്സാണ്, പ്രഹസനം. ലോകജീവിതം തന്നെ ഒരു ഫാഴ്സാണ് എന്ന ചിന്ത, ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച യൂറോപ്പിലെ മനുഷ്യകൾ സ്വരൂപിച്ചെടുത്ത ഒരു ചിന്തയിലാണ് ഈ ആൻറ്റി ഹീറോ എന്നുള്ള സങ്കല്പം വരുന്നത്. കാരണം മതം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു, ചിന്തകന്മാർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു. അതാണ് ഈ വാഗ്ദത്ത ഭൂമിയുടെ ലംഘനം. ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി എവിടെ എന്നുള്ള ആഹ്വാനം വരാനുള്ള കാരണം അതാണ്. അപ്പോൾ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ജീവിതം കൊടുക്കാൻ അവതരിച്ചവരെല്ലാം, ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ ഭരണകർത്താക്കളും ജീവിതം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത മത നേതാക്കളും മതപ്രവാചകന്മാരും പരാജയപ്പെട്ടു പോയി എന്ന ഒരു ബോധമാണ് അവിടുത്തെ മനീഷികൾക്ക് ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മനീഷിയാണ് നീറ്റ്ഷെ. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്നാണ് ഈ നോട്ട്സ് ഫ്രം ദ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റോവസ്കിയുടെ അത്ര പ്രസിദ്ധമല്ലാത്ത ഒരു കൃതിയുണ്ട്. അധോതല കുറിപ്പുകൾ എന്ന പേരിൽ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ പറയും. 3 പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ദ സഫറിങ്. ഇത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സുദീർഘമായ യാതനയാണ്. പിന്നെ അവൻ്റെ അനുവാദമില്ലാതെയുള്ള അവൻ്റെ ജന്മം, ദ ബർത്ത്. പിന്നെ അവൻ ആഗ്രഹിക്കാതെ തന്നെ അവനെ വന്നു പുണരുന്ന, ആശ്ലേഷിക്കുന്ന അവൻ്റെ മരണം, മൃത്യു, ദ ഡെത്ത്. ഇതിനെ ആധുനിക സാഹിത്യ വിമർശനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആധുനിക ദർശനത്തിൽ, മോഡേൺ ഫിലോസഫിയിൽ ഇതിനെക്കുറിച്ച് പറയും. ഹൈഡഗർ പറയും. കീർക്കഗോർ എന്ന് പറയുന്ന ഇറ്റാലിയൻ ചിന്തകൻ, അദ്ദേഹം ഈശ്വരനെ അംഗീകരിക്കുന്ന ചിന്തകനാണ്. ഇവരെല്ലാവരും ഈ 3 മനുഷ്യൻ്റെ അവസ്ഥാ വൈഷമ്യത്തെക്കുറിച്ച്, അവസ്ഥയുടെ ദുഃഖത്തെക്കുറിച്ച് അവർക്കൊരു ദാർശനികമായ വ്യഥയുണ്ടായി. അവരിതിന് ഈ 3 അവസ്ഥാത്രയത്തിന് ട്രാജിക് ട്രയഡ് എന്ന് പേര് കൊടുത്തു. ദുരന്തത്രയം. ഇപ്പോൾ മനുഷ്യൻ ദുരന്തത്രയത്തിൻ്റെ അനുഭവവാഹകനാണ്. ഈ 2ാം ലോകമഹായുദ്ധത്തോടു കൂടി മൂല്യങ്ങൾക്ക് വാല്യൂലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ വാല്യൂലെസ്നെസ് ഉണ്ടായതോടുകൂടി എന്ത് സംഭവിച്ചു? മനുഷ്യൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഫെയ്ത്ത്ലെസ്നെസ് എന്നാണ് അതിന് പറയുന്നത്, വിശ്വാസരാഹിത്യം. ഈ വിശ്വാസരാഹിത്യം ഉണ്ടായപ്പോൾ ലൈഫ് മീനിങ് ഫുൾ അല്ല. ജീവിതമെന്ന് പറയുന്നത് നിരർത്ഥകമായ ഒരു അനുഭവമാണ്. ഈ നിരർത്ഥകമായ അനുഭവം എന്ന സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആൻറ്റി ഹീറോ വരുന്നത്. ലൂയി പിരാന്തലോ, ആൽബി, സാമുവൽ ബക്കറ്റ് തുടങ്ങിയ ആളുകൾ അത് സംബന്ധമായി പ്രഹസനങ്ങൾ എഴുതി. സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും വിരസവും നമ്മെ ബോറടിപ്പിക്കുന്നതും എന്നാൽ ദാർശനികമായും ചിന്താപരമായും ഔന്നത്യമുള്ളതും ആയ നാടകങ്ങളുടെയും കൃതികളുടെയും നോവലുകളും അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. യൂലിസസ് ആ തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. അതിന് വേറെ അർത്ഥതലങ്ങളുണ്ടെങ്കിലും. അപ്പോൾ ഈ ദുരന്തത്രയം എന്നുള്ള സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി വരുന്നതാണ് ഈ ആൻറ്റി ഹീറോ എന്നുള്ള സങ്കല്പം. മരണം ഒരു ദുഃഖാനുഭവമായി ഭാരതം കാണുന്നില്ല. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. അപ്പോൾ അതൊരു ദുരന്തമല്ല. മരണത്തെ ഒരു ദുരന്തമായി കാണുന്നു. ജീവിതത്തിലെ ദുഃഖങ്ങളെ ഒരു ദുരന്തമായി കാണുന്നു. ജനനത്തെ ഒരു ദുരന്തമായി കാണുന്നു. ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ്
മോഡേൺ ഫിലോസഫിയിൽ, ആധുനിക തത്വചിന്തയിൽ, ദർശനത്തിൽ ഈ ആൻറ്റി ഹീറോ എന്നുള്ള സങ്കല്പം വരാനുള്ള അടിസ്ഥാനപരമായ തത്വചിന്താപരമായ കാരണം ഭാരതം അങ്ങനെ കാണുന്നില്ല. ജനിച്ച മനുഷ്യന് മരണമുണ്ടെന്ന് ഉറപ്പാണ്. തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. മരണം അപരിഹാര്യമായിരിക്കെ നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത ഒരു ആത്യന്തികമായ അനുഭവത്തെ സംബന്ധിച്ച്, അനിവാര്യമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച്, അപരിഹാര്യമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് ദുഃഖിക്കുന്നത് മൗഢ്യമല്ലേ? നത്വം ശോചിതുമർഹസി. എന്താണ് ചോദിച്ചത്? അല്ല, മഹാഭാരത കാലത്ത് പോലും ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ദുരന്തത്രയങ്ങൾ എന്ന് പറയുന്നത് സത്യമായിരുന്നില്ല. സത്യമായിരുന്നില്ല. ശരാശരി മനുഷ്യൻ ശരാശരി മനുഷ്യനും സത്യമായിരുന്നില്ല. അവൻ സങ്കല്പിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അവന് ഒരുപാട് മാർഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ. ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു ദാർശനികന് അതൊരു ദാർശനിക പ്രശ്നമല്ല. അയാൾക്ക് അതിനകത്തൊരു ക്രൈസിസ് ഇല്ല. ഇവിടുത്തെ ചിന്തകന്മാർക്ക് സാധാരണ മനുഷ്യൻ അങ്ങനെ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കുട്ടികൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണ പോലെയാണ്. അതൊരു മുതിർന്നു വന്നാലേ, അവർ ദാർശനികമായി മുതിർന്നു വന്നാലേ സാധാരണ മനുഷ്യന് അത് അനുഭവിക്കാതിരിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ഉണ്ടാകുന്ന വ്യഥകൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അവൻ മുതിർന്നു വന്നാൽ മാത്രമേ അത് പരിഹരിക്കപ്പെടൂ. നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാകില്ല. ചന്ദ്രനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പിടിച്ചു കൊടുക്കാൻ വയ്യാത്തതെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിനവൻ മുതിരണം, പ്രായത്തിൽ മുതിരണം. അതുപോലെ ദാർശനിക അവസ്ഥയിൽ മുതിർന്നു വരണം. ദാർശനികാവസ്ഥയുടെ ഒരു പ്രായം വരണം ഒരു പൗരന്. നമുക്കിപ്പോൾ ഫിസിക്കൽ ഏജും മെൻ്റൽ ഏജും മാത്രമേ ഉള്ളൂ. ശരീരത്തിൻ്റെ പ്രായവും മനസ്സിൻ്റെ പ്രായവും മാത്രമാണ് പരിഗണിക്കുന്നത്. അവന് ദാർശനികമായ ഒരു പ്രായപൂർത്തി വരണം. ആ ദാർശനികമായ പ്രായപൂർത്തി വരാനാണ് ഈ കഥകൾ ഇട്ട് കൊടുക്കുന്നത് വ്യാസൻ. സാധാരണ പൗരനെ ദാർശനികമായ പ്രായപൂർത്തിയിലേക്ക് എത്തിക്കാനാണ്. അത് വായിക്കില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും? തല പോയാലും വായിക്കില്ല. ഒരു കഥയുണ്ട്. ഒരുത്തനെ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ വെച്ച് കൊണ്ടുപോവുക. അപ്പോൾ അയാളിങ്ങനെ രണ്ട് കൈയുടെ തോളത്ത് വെച്ചിട്ട് മുട്ടുകാലിലേക്ക് തലയും താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിക്കാരോട് ഒരു ധനികൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കൂടി കൊണ്ടുപോയപ്പോൾ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോകണു? ഇത് കടലിൽ കൊണ്ടുപോയി മുക്കി കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനാ ഒരു മനുഷ്യനെ കടലിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലുന്നത്? ഒരു ജോലിയും ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ജീവിതം കഴിയും? ഒരു കാര്യം ചെയ്യാനുള്ള ജീവിതത്തിനുള്ള ചിലവ് മുഴുവൻ ഞാൻ തന്നോളാം. അങ്ങനെയാണെങ്കിലോ വെറുതെ ഒരാൾ എന്തിനാ കൊല്ലുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ തലപൊക്കി. അതുവരെ ഉണ്ടാതിരുന്ന മടിയനായിട്ടിരുന്ന ഈ മടിയൻ തലപൊക്കി. എന്ത് ചിലവാണ് നിങ്ങൾ തരാൻ പോകുന്നത് എനിക്ക്? അത് ഞാനിപ്പോൾ എനിക്ക് കൃഷിയുണ്ട്, നിങ്ങൾക്ക് ഉണ്ണാനുള്ള നെല്ല് തരാം. അതുവരെ കുത്തിത്തരുമോ? അല്ലേ, നെല്ല് കുത്തിത്തരുമോ? നെല്ല് കുത്തിത്തരാം. അരി വെച്ച് ചോറാക്കി തരുമോ? അപ്പോൾ ധനികനൊന്ന് വലിഞ്ഞു. അരി വെച്ച് ചോറാക്കി തരാനോ? അരി വെച്ച് ചോറാക്കി തരാം. വാരിത്തരുമോ? സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാ വണ്ടി വിട്. എന്നാൽ പിന്നെ കൊണ്ടുപോയി മുക്കി കൊന്നോ. ഇതാണ് ജനത്തിൻ്റെ അവസ്ഥ. എന്തു ചെയ്യും? ഇങ്ങനെ അലമാരിയിൽ ഈ സാധനം അടിച്ച് ഏതെല്ലാം തരത്തിലാണ് മഹാഭാരതം പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോകത്ത്. നല്ല കൗതുകത്തോടുകൂടി ഉള്ളതുകൊണ്ട്, വലിയ വിലപിടിപ്പുള്ളതുകൊണ്ട്. ഈ പിന്നെ ഇതുണ്ടല്ലോ ഗോരഖ്പൂരിലെ പ്രസ്സിൽ നിന്ന് ഗീതാ പ്രസ് അടിച്ചു വിടുന്നതുകൊണ്ട് വില കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ പലതരത്തിൽ മഹാഭാരതം ഇംഗ്ലീഷിലേക്ക് പല ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സായിപ്പന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇപ്പോൾ വെള്ളക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്തതേ വായിക്കുള്ളെങ്കിൽ വെള്ളക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാരതീയരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10-16 ട്രാൻസ്ലേഷൻസ് ഉണ്ട് മഹാഭാരതത്തിന്. ഇപ്പോഴും ആരോ കുറച്ചുകൂടി നല്ല തർജ്ജമ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ലക്ഷ്മൺ സ്വരൂപോ അങ്ങനെ ആരാണെന്ന് പേര് കൃത്യമല്ല കേട്ടോ, അങ്ങനെ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മളിത് വായിക്കില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ ദാർശനികമായ പ്രായപൂർത്തിയിലേക്ക് സാധാരണ മനുഷ്യനെ എത്തിക്കാൻ ഉപനിഷത്തുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ടാണ് ആ ഉപനിഷത്തുകളിലെ ദർശനം ചേർത്ത് വ്യാസൻ കഥയുണ്ടാക്കി കൊടുത്തത്.
അപ്പോൾ ആ കാലത്ത് തെറ്റിദ്ധരിച്ചേ മനസ്സിലാക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചാലോ? ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ തന്നെ പിന്നെ ഇന്ത്യയിൽ പണ്ട് ജനങ്ങളെ ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ പിന്നീട് മധ്യധരണ്യാഴി പ്രദേശത്തു നിന്ന് വായ്പ വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. മെഡിറ്ററേനിയൻ സീയുടെ തീരത്ത് നിന്നാണ് ജനങ്ങളെല്ലായിടത്തും. അവിടെ എങ്ങനെ ഉണ്ടായി? ഇത് മെഡിറ്ററേനിയൻ സീയുടെ തീരത്ത് മാത്രം ഇങ്ങനെ ജനങ്ങളിങ്ങനെ കുമിഞ്ഞുകൂടാനുള്ള കാരണം എന്താണ്? അവിടെ ജനങ്ങളുടെ വിത്ത് കിടപ്പുണ്ടോ? അപ്പോൾ അതൊക്കെ ചരിത്രകാരന്മാരുടെ ഓരോ തമാശ എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. ചരിത്രകാരന്മാർക്ക് നേരെ തിരിച്ച് പറയാം.